നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് കോൺസെപ്റ്റ്സ് ആൻഡ് അപ്രോച്ചസ് എന്നാണ്. അപ്പോൾ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിലെ ഇന്ത്യയിലെ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയെ സംബന്ധിക്കുന്ന കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ അതിൽ വന്നിരിക്കുന്ന വിവിധ അപ്രോച്ചുകളുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, അതായത് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു പഠനം. അതാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ ആദിമ കാലഘട്ടം മുതലേ വനത്തില് അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെ വനത്തിൽ ജീവിച്ചു. അവന് സവിശേഷമായിട്ടുള്ള വലിപ്പം കൂടിയ തലച്ചോറ്, അതിന്റെ അഡ്വാൻറ്റേജസിൽ നിന്നുകൊണ്ട് അവൻ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ ജീവി കൂടിയായിട്ട് വളർന്നു വന്നു. അതേസമയം അതോടൊപ്പം തന്നെ അവൻ ഒരു സാമ്പത്തിക ജീവിയും രാഷ്ട്രീയ ജീവിയും ഒക്കെയായി വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർന്നു വന്നത്, അവന് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നതിനെ കുറിച്ചുള്ള അതിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള പഠനമാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കോൺസെപ്റ്റുകളെ കുറിച്ചും അതിൽ വന്നിട്ടുള്ള പല അപ്രോച്ചുകളെ കുറിച്ചുമാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന ഭാഗം നോക്കാം. അതായത് മനുഷ്യൻ പ്രകൃതിയെ എങ്ങനെയാണ് ഉപയോഗിച്ചത്, പ്രകൃതിയെ എങ്ങനെയാണ് അവൻ കൺട്രോൾ ചെയ്തത് അല്ലെങ്കിൽ നിയന്ത്രിച്ചത്, അതിൽ എന്തെന്ത് മാറ്റങ്ങളാണ് മനുഷ്യൻ വരുത്തിയത്, അതിന്റെ കോൺസിക്വൻസസ് പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ ചരിത്രപരമായിട്ട് വിശകലനം ചെയ്യുന്നതാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം. ഇന്ന് കാണുന്ന പരിസ്ഥിതിയുടെ വിവിധ പ്രശ്നങ്ങളുണ്ട് അല്ലെ. വനനശീകരണമാകാം, അല്ലെങ്കിൽ കുടിവെള്ളം ലഭ്യമാകാത്ത അവസ്ഥയാകാം, ഇനി അതുമല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആഗോളതാപനം, ഇങ്ങനെയുള്ള ഇന്ന് നമ്മൾ നേരിടുന്ന അനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ മനുഷ്യനുള്ള പങ്ക് എന്താണ് എന്ന് പഠിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. കൂടാതെ മനുഷ്യന് വേണ്ടിയിട്ട് പ്രകൃതി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത, മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെ അതിൽ അല്പം കൂടി സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആനിമൽ എന്നുള്ള നിലയിൽ മനുഷ്യന് വേണ്ടി പ്രകൃതിയുടെ നിലനിൽപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് പൊതുവേ ഒരു ധാരണയുണ്ട്, പ്രകൃതിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യനാണ്. പ്രകൃതി ദുരന്തങ്ങള്, എല്ലാ തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാകുന്നത് മനുഷ്യൻ കാരണമാണ്, അവന്റെ വിവേചനരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണമാണെന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം മനുഷ്യന്റെ തലയിലേക്ക് വെക്കാനും സാധിക്കില്ല. കാരണം മനുഷ്യൻ ഉണ്ടാകുന്നതിന്റെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് തന്നെ പ്രകൃതിയിൽ ഇത്തരം പ്രതിഭാസങ്ങൾ, പലതരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിലെ, ജുറാസിക് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ ഉൽക്കാവർഷവും അതേ തുടർന്ന് എല്ലാം നശിച്ചു പോയതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ എല്ലാം മനുഷ്യൻ കാരണം ഒന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. എന്നാൽ മനുഷ്യന് ഇന്ന് അവന്റെ ചില പ്രവർത്തനങ്ങളും അമിതമായിട്ടുള്ള വിഭവ ചൂഷണവും ഒക്കെ മൂലം പ്രകൃതിക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇതിനെ വസ്തുനിഷ്ഠമായിട്ട് പഠനം നടത്താനായിട്ട് ഈ എൻവയോൺമെന്റൽ ഹിസ്റ്ററി സഹായകമാകുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയിലെ പരിസ്ഥിതി ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്, ആ ഒരു ബന്ധമാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണോ അല്ലെങ്കിൽ അവൻ പ്രകൃതിയുടെ അധിപനാണോ എന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം, മറ്റെല്ലാ ജീവജാലങ്ങളും പ്രകൃതിയോട് ഇണങ്ങി അതില് ജീവിക്കുന്നു. മനുഷ്യൻ ഇതിന്റെയൊക്കെ അല്പം കൂടി സുപ്പീരിയർ ആണ് എന്നുള്ളത് നമുക്ക് തർക്കരഹിതമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ മനുഷ്യൻ പ്രകൃതിയുടെ തന്നെ ഭാഗമാണോ അതോ സുപ്പീരിയർ ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്, അത് അങ്ങനെ തന്നെയാണോ സൃഷ്ടിപ്പ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവന്റെ ഉൽപ്പത്തിയുടെ കാലഘട്ടത്തിൽ മറ്റേതൊരു ജീവിവർഗവും രൂപപ്പെട്ടതുപോലെ തന്നെ രൂപപ്പെട്ടു വന്നുവെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളരെ വികസിതമായിട്ടുള്ള ഒരു ബ്രെയിൻ, വികസിതമായിട്ടുള്ള തലച്ചോറ് അവനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും
അതുപോലെ അവന്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ശരീരം. നമുക്ക് മറ്റു ജീവജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളുടെ കൈകളൊക്കെ നമുക്ക് വളരെ സുഖകരമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് മനുഷ്യന് നമുക്ക് എഴുതാനും ചെറിയ കാര്യങ്ങൾ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യന്റെ പലതരത്തിലുള്ള പരിമിതികളുണ്ട്. പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളാണുള്ളത്, അല്ലെ? അപ്പൊ ഒരു വേറെ ജീവി ഓടുന്നത് പോലെ അത്ര സ്പീഡിൽ നമുക്ക് ഓടാൻ പറ്റില്ല, പക്ഷിയെ പോലെ പറക്കാൻ പറ്റില്ല, മത്സ്യത്തെ പോലെ വെള്ളത്തിനടിയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് വളരെ നേർത്ത സ്കിന്നാണ്. ഒരു ആടുകളെ പോലെയോ അല്ലെങ്കിൽ മറ്റു നല്ല കട്ടിയുള്ള രോമത്തൊലിയുള്ള ജീവികളെ പോലെയൊന്നും ചൂടിനെയും തണുപ്പിനെയും ഒന്നും പ്രതിരോധിക്കാൻ നമുക്ക് ശേഷിയില്ല. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് മനുഷ്യനുള്ളത് യുക്തിചിന്തയും ബുദ്ധിയുമാണ്. ഇത് വെച്ചിട്ട് മറ്റു ജീവജാലങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി അവൻ ചെയ്യാൻ പഠിക്കുന്നു. അവൻ വെള്ളത്തിനടിയിൽ കൃത്രിമ ശ്വാസത്തോടു കൂടി അവന് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടറുമായിട്ട് അവന് പോകാം. അവന് പക്ഷികളെ പോലെ പറക്കാനുള്ള സാങ്കേതിക വിദ്യ അവൻ വികസിപ്പിച്ചെടുത്തു. തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ഒക്കെ രക്ഷ നേടാനുള്ള സംവിധാനങ്ങൾ അവൻ വികസിപ്പിച്ചെടുത്തു. അപ്പൊ ഈ രീതിയിൽ മനുഷ്യൻ ഇതിനെയൊക്കെ ആധിപത്യം സ്ഥാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രകൃതി വിഭവങ്ങൾ, എല്ലാ ജീവജാലങ്ങളും പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനുഷ്യനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവൻ പ്രകൃതി വിഭവങ്ങളെ നാളേക്ക് കൂടി സ്റ്റോർ ചെയ്യുകയും അത് അമിതമായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ അതിനെ ലാഭേച്ഛയോടുകൂടി കാണുന്നുണ്ട്. എന്നാൽ മറ്റു ജീവജാലങ്ങൾക്കൊന്നും ഈ ഒരു സ്വഭാവം താരതമ്യേന കുറവാണ്. ഒരു ആനിമലിനെ അവൻ വേട്ടയാടി പിടിച്ചിട്ടുണ്ട്, മറ്റൊരു ജീവിയെ വേട്ടയാടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാംസം തൽക്കാലത്തേക്ക് തീരുന്നത് വരെ സൂക്ഷിച്ച് വെച്ച് കഴിക്കുന്ന ജീവികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മനുഷ്യരെ പോലെ ഭാവിയിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള സ്വഭാവം ഈ ജീവിവർഗങ്ങളിലൊന്നും കാണപ്പെടുന്നില്ല. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ചേഞ്ച് ആണ്. അതായത് പരിസ്ഥിതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. വനനശീകരണം, മണ്ണിൽ വരുന്ന നാശം, അങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇത്തരം പല കാരണങ്ങളാല് പ്രകൃതിയില് കാതലായിട്ടുള്ള മാറ്റങ്ങൾ കാലം കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ വ്യവസായവൽക്കരണവും ഒക്കെ ഇതിന് കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പരിസ്ഥിതി നീതി അഥവാ എൻവയോൺമെന്റൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ പരിസ്ഥിതി നാശത്തിന്റെ ഭാരം അത് എല്ലാ ജീവിവർഗങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് വലിയ ഒരു കാരണം ആകുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ അത് എല്ലാ വിഭാഗം ആളുകളും അത് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള്, കൃഷിയൊക്കെ ജീവിതവൃത്തിയായിട്ട് പോകുന്ന ജനങ്ങള്, പ്രത്യേകിച്ച് ആദിവാസികള്, ഗ്രാമീണര്, കർഷകര്, ഇങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ ഈ പ്രകൃതിയുടെ ഡിറ്റീരിയറേഷന്റെ ഏറ്റവും വലിയ കോൺസിക്വൻസ് അനുഭവിക്കുന്ന വിഭാഗമാണ്. പക്ഷെ അവരായിരിക്കില്ല യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം. ഇനി പരിസ്ഥിതി ചരിത്രത്തിന്റെ വികാസത്തിന്റെ ചില ഘട്ടങ്ങളുണ്ട്. അതായത് ഫേസസ് ഓഫ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇത് വികസിച്ചു വന്ന ചില ഘട്ടങ്ങൾ. നമുക്ക് പ്രാചീന കാലം, മിഡീവൽ കാലം, ആധുനിക കാലം, ഇങ്ങനെ ഈ ഒരു 3 ഘട്ടങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ചില പ്രത്യേക ഫേസുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് പുരാതനമായിട്ടുള്ള കാലമാണ്. പുരാതന കാലം മുതൽ ആ മധ്യകാലഘട്ടം വരെയുള്ള കാലം. ഈ ഒരു കാലഘട്ടത്തിലെ കൃഷി, അതുപോലെ കാട്, ജലസംരക്ഷണം, ഇതിനെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലമായിരുന്നു. അവിടെ ആ കാലഘട്ടത്തിൽ പലതരത്തില് കുളങ്ങളും കനാലുകളും ഒക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇനി അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വനങ്ങളെ റിലീജിയസ് ഫെയ്ത്തുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വനങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രാക് മതങ്ങൾ, ആദിമ മതങ്ങളെല്ലാം തന്നെ പ്രാക് മതങ്ങളാണ്, അല്ലെ? പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനാ രീതികളാണ്. പ്രകൃതി ശക്തികളെ, മഴ, അതുപോലെ മഞ്ഞ്, അല്ലെങ്കിൽ കാറ്റ്, ഇതിനൊക്കെ ഒരു ദൈവിക പരിവേഷം കൊടുത്ത്, മിന്നല്, ഇതിനൊക്കെ ദൈവിക പരിവേഷം കൊടുത്തുകൊണ്ട് ഇത്തരം ശക്തികളെ, വൃക്ഷങ്ങളെയും നാഗങ്ങളെയും പല മൃഗങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന രീതിയാണ് മനുഷ്യന് ഉണ്ടായത്. അപ്പൊ ഇത് മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ മനുഷ്യ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പ്രകൃതി സംരക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഇത്.
ശരി, ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് കൊളോണിയൽ കാലഘട്ടമാണ്. ബ്രിട്ടീഷ് ഭരണകാലം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലമാണ്. ഈ ഒരു കാലഘട്ടത്തില് വനങ്ങള് ഒരു സർക്കാർ നിയന്ത്രണത്തിലായ ഒരു കാലഘട്ടം കൂടിയാണ്. അതായത് റിസർവ് വനങ്ങള് ഒരു വ്യാപാരവൽക്കരണം, ഈ വനങ്ങളുടെ ഒരു കമേഴ്ഷ്യലൈസേഷൻ നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കമേഴ്ഷ്യലൈസേഷൻ നടക്കുക എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയാണ്. നമുക്കറിയാം ഈ റെയിൽവേയും അതുപോലെ പ്ലാന്റേഷനുകൾ അല്ലെ, തേയില, കാപ്പി, റബ്ബർ ഇങ്ങനെയൊക്കെ തുടങ്ങിയ പ്ലാന്റേഷൻസ് ഒക്കെ വന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇത് പരിസ്ഥിതിയിൽ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തില് ഇന്ത്യ അതുവരെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിന്നും മുക്തമാകേണ്ട ഒരു അത്യാവശ്യം ആ ഒരു കാലഘട്ടത്തിലുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പുതിയ നമുക്ക് പഞ്ചവത്സര പദ്ധതികളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പഞ്ചവത്സര പദ്ധതികളിലൂടെയൊക്കെ ഒരുപാട് അണക്കെട്ടുകളൊക്കെ, ഭക്രാനങ്കല് ഇങ്ങനെ തുടങ്ങിയ ഡാമുകളൊക്കെ പണിതു. അതുപോലെ തന്നെ നമ്മുടെ ഛോട്ടാ നാഗ്പൂർ ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ വളർന്നു വന്നു. ഇതൊക്കെ തന്നെ പ്രകൃതിക്ക് നാശങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് നമുക്കറിയാം ഈ ഹരിത വിപ്ലവം ഒക്കെ പോലെയുള്ള കാർഷിക വിപ്ലവങ്ങൾ, പല മേഖലകളിലുള്ള കാർഷിക വിപ്ലവങ്ങൾ അരങ്ങേറി. അപ്പൊ ഇതിൽ നിന്നൊക്കെ മണ്ണ് നശിക്കാനൊക്കെയുള്ള കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഫാക്ട് അതാണ്. ഇനി ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പരിസ്ഥിതി നിയമങ്ങൾ പാസ്സാക്കപ്പെട്ടു. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഇനി നമുക്ക് ഇന്ത്യയിലെ പരിസ്ഥിതി ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട സമീപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് രാഷ്ട്രീയ സാമ്പത്തിക സമീപനമാണ്. അതായത് പരിസ്ഥിതിയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും നയങ്ങളും ഒക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമാണ്, ഗവൺമെന്റുകളാണ് ഇത്തരം നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് അധികാരം സാമ്പത്തിക ഘടകങ്ങളെ, സാമ്പത്തിക താല്പര്യങ്ങളെ സ്വാധീനിക്കുന്നത് എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഉദാഹരണത്തിന് കൊളോണിയൽ നിയമങ്ങൾ, വന നിയമങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഇനി മറ്റൊന്നാണ് സാമൂഹിക സാംസ്കാരിക സമീപനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മതവിശ്വാസങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഇതൊക്കെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതി ആചാരങ്ങള് പ്രകൃതിയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരങ്ങളാണ് നമുക്ക് പുരാതന കാലം മുതലേ ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇത് സാംസ്കാരിക എലമെന്റ് ഈ പ്രകൃതി ചരിത്രത്തില് വരുന്നത്. ഇനി ഈ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് പ്രകൃതി ശാസ്ത്രീയ സമീപനം സ്വീകരിക്കപ്പെട്ട ഘട്ടമാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് പ്രകൃതിയുടെ നിലനിൽപ്പ് അത്യന്താപേക്ഷിതമാണെന്നുള്ള തിരിച്ചറിവ്, മണ്ണും ജലവും വന്യജീവികളും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത, അതിന്റെ ശാസ്ത്രീയ അടിത്തറയോട് കൂടിയിട്ട് വിളംബരം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ബോട്ടം അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് താഴെ നിന്ന് മുകളിലേക്ക്, പ്രകൃതിയുടെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് മുകൾ തട്ടിലേക്കുള്ള ഒരു പഠന രീതി. ഇവിടെ ഒരു വെർട്ടിക്കൽ ലെവൽ പഠനമാണ് നടക്കുന്നത്. അപ്പോ ഗ്രാമീണർ, ആദിവാസികൾ, സ്ത്രീകളൊക്കെ തുടങ്ങിയ സാധാരണ ജനങ്ങളുടെ അനുഭവങ്ങളിലൂടെ പ്രകൃതി ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം നടത്തുക. ഇതാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട 2-3 പേരുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തേത് രാമചന്ദ്ര ഗുഹയാണ്. അതുപോലെ തന്നെ രഞ്ജിത്ത് ഗുഹ. ഇവരൊക്കെ ഇനി നമ്മുടെ മാധവ് ഗാഡ്ഗിൽ ഇങ്ങനെയുള്ള ചരിത്രകാരന്മാരും പ്രകൃതി ചരിത്രകാരന്മാരും ഒക്കെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണത്തെ കുറിച്ചുള്ള കാര്യങ്ങള് ഈ ഒരു പ്രകൃതി എൻവയോൺമെന്റൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പേരുകൾ ഓർത്തിരിക്കുക. റിച്ചാർഡ് ഗ്രോവ് മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തകനാണ്. റിച്ചാർഡ് ഗ്രോവിന്റെ ഒരു ഭാഗം നമുക്ക് മറ്റൊരു യൂണിറ്റിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ അത് കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.